സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. എന്താ നമ്മൾ പറഞ്ഞത്? ഐ ലവ് യു തന്നെയാണ് നമ്മൾ പറയുന്നത്. ഐ ലവ് യുല് ഐ അല്ലേ? ഐ ഐ എന്ന് പറഞ്ഞാല് ഞാൻ, ഐ എന്ന് പറഞ്ഞാല് ഞാൻ, ഞാൻ എന്ന് പറഞ്ഞാല് എത്ര പേരുണ്ട്? ഒരാളുണ്ട്. ഒരാളുള്ളതിന് എന്ത് നമ്മൾ പറയുന്നേ? സിംഗിൾ. സിംഗിൾ എന്ന് പറയും. ഒരാളുണ്ടെങ്കിൽ സിംഗിൾ, അപ്പൊ സിംഗിൾ എന്ന് പറയാം അല്ലേ? അതുപോലെ എന്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അപ്പൊ സിംഗിൾ ആണോ? ഒരാളും കൂടെ എന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ, രണ്ടുപേരുണ്ടെങ്കിൽ സിംഗിൾ ആണോ? അപ്പൊ പ്ലസ് ആയി, അപ്പൊ പ്ലൂറൽ എന്ന് പറയാം. ഓക്കെ, ഐ പറഞ്ഞു, വി പറഞ്ഞു. അതെല്ലാം എന്താണ്? നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ആദ്യത്തെ പേഴ്സൺ ആണ് ഐയും വിയും ഒക്കെ. ഒന്നാമത്തെ പേഴ്സൺ ആണ് ഐയും വിയും. രണ്ടാമത്തെ പേഴ്സൺ ആരാ? ഞാൻ കഴിഞ്ഞിട്ട് നീ, യു. രണ്ടാമത്തെ പേഴ്സൺ യു എന്ന് പറഞ്ഞാല് സിംഗിൾ ആണോ, പ്ലസ് ആണോ, പ്ലൂറൽ ആണോ? യു എന്ന് പറഞ്ഞാല് യു സിംഗുലർ ആയിട്ടും, ചിലപ്പോ സിംഗിൾ ഒരാൾ മാത്രം ഉദ്ദേശിച്ച് യു എന്ന് പറയാം. ചിലപ്പോ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് യു എന്ന് പറയാം. പിന്നെ സംസാരിക്കുമ്പോ ഒന്നാമത്തെ ആള് കഴിഞ്ഞു, രണ്ടാമത്തെ ആള് കഴിഞ്ഞു, തേർഡ് മൂന്നാമത്തെ പേഴ്സൺ ആരാണ്? ഹി. ഹി എന്ന് പറഞ്ഞാല് അവൻ. അവൻ എത്ര ആളുണ്ട്? സിംഗിൾ ആണ് അല്ലെ? സിംഗിൾ ഉള്ളതിന് നമുക്ക് വേണമെങ്കിൽ സിംഗുലർ, സിംഗുലർ അല്ലെ? ഷി അവൾ. അവളും ഏത് പേഴ്സൺ ആണ്? ഒന്നാമത്തെ പേഴ്സൺ ആണോ? രണ്ടാമത്തെ പേഴ്സൺ ആണോ? മൂന്നാമത്തെ പേഴ്സൺ ആണ്. അവളും അപ്പൊ അവൻ എന്ന് പറഞ്ഞാലും അവൾ എന്ന് പറഞ്ഞാലൊക്കെ സിംഗുലർ ആണ്. പിന്നെ അവന്റെ കൂട്ടത്തിൽ കുറച്ച് പേരും കൂടെ ഉണ്ട്, ഇല്ല അവളുടെ കൂട്ടത്തിൽ കുറച്ച് പേരും കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അവർ എന്ന് പറയും. അവർ എന്ന് പറയുന്നത് ഇംഗ്ലീഷില് ദേ. ദേ എന്ന് പറഞ്ഞാല് സിംഗിൾ ആണോ? ദേ സിംഗിൾ ആണോ? ദേ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ, അപ്പൊ പ്ലസ് ആണ്, പ്ലൂറൽ ആണ്. പിന്നെ ഇറ്റ്. ഇറ്റ് നമ്മൾ സാധനങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇറ്റ് എന്ന് പറയുള്ളൂ. ഹി ഷീ എന്നൊന്നും പറയല്ലോ. ഇറ്റ്. ഇറ്റ് എന്ന് പറഞ്ഞാല് ഇത് അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? ഒന്നേ ഉള്ളു. സിംഗിൾ ആണോ, പ്ലസ് ആണോ? സിംഗിൾ ആണോ, പ്ലസ് ആണോ? ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? ഐ ലവ് യു അല്ലേ പറഞ്ഞു വന്നേ? ഐ ലവ് യു. ഐ ലവ് യു. ഞാൻ നിന്നെ ഇല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലേ? ഞാൻ ഒന്നാമത്തെ ആള് യു. ആരെ? ഒന്നാമത്തെ പേഴ്സൺ. ഏത് പേഴ്സണെ സ്നേഹിക്കുന്നു? യു എന്ന് പറഞ്ഞ എത്രാമത്തെ പേഴ്സണാ? രണ്ടാമത്തെ ആളെ സ്നേഹിക്കുന്നു. എനിക്ക് മൂന്നാമത്തെ ആളെ സ്നേഹിക്കത്തില്ലേ അല്ലേ? അപ്പൊ ഉദാഹരണത്തിന് നോക്കിയോ, ഐ ലവ് അവനെ സ്നേഹിക്കുന്നു. മൂന്നാമത്തെ ആൾ ആരൊക്കെയാ? ഹി. ഐ ലവ് ഹി എന്ന് പറയൂ. ഐ ലവ് ഞാൻ സ്നേഹിക്കുന്നു. ഹി എന്ന് പറഞ്ഞാൽ എന്താവും? അവനെ ആവുള്ളൂ. ഐ ലവ് ഹി. ഞാൻ സ്നേഹിക്കുന്നു അവൻ എന്ന് പറയൂ. പക്ഷേ പകരം എന്താ പറയുന്നേ? ഞാൻ അവൻ എന്ന് പറയോ? അവനെ സ്നേഹിക്കുന്നു എന്നല്ലേ നമ്മൾ പറയുള്ളൂ. അപ്പൊ അവൻ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഐ ലവ് ഹി എന്ന് പറയോ? ആ ഹീക്ക് പകരം ഹി എന്നുള്ളത് എന്തായിരുന്നു? പേരിന് പകരം അവനൊരു പേരില്ലേ? അവന്റെ പേരിന് പകരമാണ് നമ്മള് എന്തെന്ന് കൊടുത്തത്? ഹീന്ന് കൊടുത്ത്. പേരിന് പകരമുള്ളതിന് എന്തായിരുന്നു പറയുന്നത്? പേരിന് നൗൺ എന്ന് പറഞ്ഞു. പേരിന് പകരം പേരിന് പ്രോ ആയിട്ട് ഉപയോഗിക്കുന്നത് പ്രോ നൗൺ ആണ് അല്ലേ? ആ പ്രോ നൗൺ ആണ് ഹി. പക്ഷെ ഹി എന്ന് പറഞ്ഞാൽ അവന് മാത്രമേ ആവുള്ളൂ. നമുക്കിവിടെ അവന് പോരാ. ഞാൻ അവൻ സ്നേഹിക്കുന്നു എന്നല്ല, ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നാവണം. അപ്പൊ ഈ പ്രോ നൗണിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഐ ലവ് ഹി എന്ന് പറയില്ല, പകരം ഐ ലവ് ഹീക്ക് പകരം ഹിം എന്നാവും. ഐ ലവ് ഹിം. അപ്പൊ അവനെ എന്ന് കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഹി എന്നുള്ളത് ഹിം എന്നാക്കി. മനസ്സിലായോ? ഐ ലവ് ഹിം. ഞാൻ ഫസ്റ്റ് നോക്കൂ, ഐ ലവ് യു ആണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഐ ലവ് ഹി എന്നല്ല, പകരം ഐ ലവ് ഹിം. അവനെ. ആ ഹി എന്നുള്ളത് എന്തായി? ഹി അവൻ എന്നുള്ളത് അവനെ നാക്കണെങ്കില് ഹിം. ഓക്കെ, അവൻ എന്നുള്ളത് ഹീന്നും അവനെ എന്നുള്ളത് ഹിം എന്നുമായി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി അവനെ മാത്രം സ്നേഹിച്ചാൽ മതിയോ?
അവളെ കൂടെ സ്നേഹിച്ചാലോ? ഐ ലവ്, ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ അവനെ മാത്രം സ്നേഹിച്ചാൽ പോരല്ലോ, ഞാൻ അവളെ സ്നേഹിക്കുന്നു. അവൾ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അവൾ? ഷീ. ഐ ലവ് ഷീ എന്ന് പറയുന്നതല്ല കറക്റ്റ്. ഐ ലവ് ഷീക്ക് പകരം, അവൾ എന്നുള്ളതിന് പകരം നമ്മള് എന്തുപയോഗിക്കുന്നറിയോ? ഷീക്ക് പകരം അവളെ. ഷീ എന്ന് പറഞ്ഞാൽ അവളാണ്. അവളെ എന്നുള്ളതിന് പകരം നമ്മള് അപ്പോ ഹീ എന്നുള്ളത് എന്തായി? ഹിം എന്നായി അല്ലെ? അവൻ എന്നുള്ളത് അവനെ നാക്കണമെങ്കിൽ ഹിം ആയി. ഷീ എന്നുള്ളത് ഹെർ. ഷീ എന്ന് പറഞ്ഞാൽ അവൾ അല്ലെ? അവൾ എന്നുള്ളത് അവളെ നാക്കണമെങ്കിൽ ഹെർ. ഐ ലവ് ഹെർ. ഐ ലവ് ഷീ എന്ന് പറയുന്നതിന് പകരം ഐ ലവ് ഹെർ. പിന്നെ അവനെയും മാത്രം മതിയോ? കുറച്ചു പേരുണ്ടെങ്കിൽ ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയണെങ്കിലോ? ഐ ലവ് ദേ. ഐ ലവ് ദേ എന്ന് പറഞ്ഞാൽ അവർന്നേ ആവുള്ളൂ. ദേ അല്ലേ? ദേ എന്ന് പറഞ്ഞാല് അവർന്ന് പോരല്ലോ, അവരെ നാക്കണ്ടേ? അവരെ നാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഐ ലവ് ദം. ഐ ലവ് ദം. ഹി എന്നുള്ളത് ഹിം എന്നായി. ഷീ എന്നുള്ളത് ഹെർ എന്നായി. ദേ എന്നുള്ളത് ദം എന്ന് ആയി. യുവിന് വല്ല മാറ്റം ഉണ്ടോ? യു എന്നുള്ളത് യു തന്നെ. നീ എന്നുള്ളത് നിന്നെ എന്നുള്ളതിനും യു തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഐ ലവ് യു കണ്ടോ? ഐ ലവ് യു. യു എന്ന് പറഞ്ഞാൽ നീന്നേ ഉള്ളൂ. പക്ഷെ നിന്നെ നാക്കണെങ്കിലും അതേ യു തന്നെ മതി. പക്ഷെ ഇവിടെ ഹീന്റെ കേസിലും ഷീന്റെ കേസിലും അതുപോലെ ദേന്റെ കേസിലൊക്കെ നമ്മള് കുറച്ച് മാറ്റം വരുത്തി. ഷീ എന്നുള്ളത് അവൾ എന്നുള്ളത് അവളെ നാക്കണമെങ്കിൽ ഹെർ എന്നാക്കി. ഹീ എന്നുള്ളത് ഹിം എന്നാക്കി അല്ലെ? ദേ എന്നുള്ളത് ദം എന്നാക്കി. മനസ്സിലായില്ല? ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മളെന്താ പറഞ്ഞേ? ഐ ലവ് യു ആണ് പറഞ്ഞത്. നിന്നെ മാത്രം സ്നേഹിക്കുന്നു. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതുപോലെ ഒരു തേർഡ് പേഴ്സണെ കൂടെ നമ്മൾ സ്നേഹിക്കാന്ന് വെച്ചോ. അപ്പൊ എന്തായി? ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ മോനോട് പറയുക ഞാൻ അവനെ സ്നേഹിക്കുന്നു. എങ്ങനെ പറയും? ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഐ ലവ് ഹെർ എന്നാണോ? ഐ ലവ് ഹി എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഐ ലവ് ഹിം. അവനെ. അവൻ എന്നുള്ളത് അവനെ നായി. ഞാൻ അവളെ സ്നേഹിക്കുന്നു. ഐ ലവ് ഷീ എന്നുള്ളത് എന്താവും? ഹെർ എന്നാവും.